Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാരും ഓക്കെ അല്ലേ? പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? സേഫ് അല്ലേ? Okay ആണ് ma'am. ഓക്കെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? Yes, ma'am. ഓക്കെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? ഓക്കെ, ഇതിന് അടുത്തത് റെക്കോർഡ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് EDയില് സൂക്ഷിച്ചു വെക്കേണ്ട റെക്കോർഡ്സുകൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത് കേട്ടോ. കുറച്ച് പോയിന്റ്സ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ പേഷ്യന്റ് റെക്കോർഡാണ്. പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പേഷ്യന്റെ ബേസിക് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള റെക്കോർഡ്, പേര്, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള റെക്കോർഡാണ് ഇത് ബേസിക് റെക്കോർഡ് എന്ന് അല്ലെങ്കിൽ പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. ഓക്കെ, നമുക്കറിയാം കാഷ്വാലിറ്റിയിലാണ് എന്ത് ചെയ്യാം ഏറ്റവും കൂടുതൽ ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെ. ഒരു എന്താ പറയാ, ആളുകള് കൂടുതലായിട്ട് ഇപ്പോ ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ള ഒരു രോഗമായിട്ടൊക്കെ വരുമ്പോൾ അവരവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെത്ത് ആവുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡെത്ത് രജിസ്റ്റർ എവിടെ ഉണ്ടാകും? ആ ഒരു ഡിപ്പാർട്ട്മെന്റില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും കേട്ടോ. ഓക്കെ, ദെൻ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ഓക്കെ, അതായത് രോഗിയുടെ പേഷ്യന്റിന്റെ നിരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള റെക്കോർഡാണത്. ഓക്കെ, റിപ്പോർട്ടാണ് രോഗിയുടെ നിരീക്ഷണങ്ങൾ. ഇപ്പൊ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല്, ആ ഒരു EDയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് എങ്ങനെയൊക്കെയാണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഓരോ സമയവും അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതാണ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് എന്ന് പറയുന്നത്. ദെൻ റെഫറൽ റെക്കോർഡ്. റെഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, അതായത് ഒരു രോഗിയെ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ഇപ്പോ രോഗിയെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോഴോ രോഗി മുമ്പ് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്, ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തിരുന്നത്, എന്തൊക്കെ ചികിത്സകളാണ് രോഗിക്ക് അവിടെ നൽകിയിരിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള റെക്കോർഡാണത് ഈ ഒരു റെഫറൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ വിവരങ്ങൾ ഉണ്ടാവും, രോഗി ഏത് ഹോസ്പിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന്റെ വിവരങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ എന്ത് കാരണം കൊണ്ടാണ് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള റെക്കോർഡാണത് റെഫറൽ റെക്കോർഡ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട് റെഫറലുകൾ. ഒന്ന് റെഫർ ഔട്ട് ഉണ്ട്, രണ്ട് റെഫർ ഇൻ ഉണ്ട്. റെഫർ ഔട്ട് എന്ന് പറഞ്ഞാല് രോഗി ചികിത്സയിലിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ് ഇത് റെഫർ ഔട്ട് എന്ന് പറയുന്നത്. ഇനി റെഫർ ഇൻ എന്ന് പറഞ്ഞാല് രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇത് റെഫർ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളും ക്ലിയർ ആയോ? പേഷ്യന്റ് റെക്കോർഡ്, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, അതുപോലെ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. മനസ്സിലായില്ലേ? ഓക്കെ, 4 കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ട്രീറ്റ്മെന്റ് റെക്കോർഡ് നോക്കാം. ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്താണ്? അതായത് രോഗിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നൽകിയിരിക്കുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് രോഗി അവിടെ ആ ഹോസ്പിറ്റലിൽ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് രോഗിക്ക് കൊടുത്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച റെക്കോർഡാണ് എന്ത് ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈനർ OT റെക്കോർഡ്സ്. ഓക്കെ, ചില പേഷ്യൻസിന് മൈനർ ആയിട്ട് സർജറി വേണ്ടി വന്നേക്കാം. ഓക്കെ, മേജർ ആയിട്ടുള്ള സർജറി അല്ല ഉദ്ദേശിക്കുന്നത്, മൈനർ ആയിട്ട് ചില ഓപ്പറേഷൻ എന്താ പറയാ ചെയ്യേണ്ടി വന്നേക്കാം, സർജറീസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മൈനർ OT റെക്കോർഡ്സ് അഥവാ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡ് എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഓക്കെ,
ദെൻ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. അതായത് ഇപ്പൊ കാഷ്വാലിറ്റിയിലെ എന്തെങ്കിലും എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് പരിഹരിക്കാനായിട്ട് ആള് വന്നിട്ട് അത് റിപ്പയർ ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റുകൾ കംപ്ലൈന്റ് ആയ എക്യുപ്മെന്റിന് പകരം കൊണ്ടുവരുന്നതൊക്കെ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നതാണത് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണെന്ത് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്ററിൽ വരുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്യുപ്മെന്റ് കംപ്ലൈന്റ് എന്നൊന്ന് എഴുതി വെക്കുക, അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ദെൻ അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. ഇനി എല്ലാ വിഭാഗം ജീവനക്കാരുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ. ഓക്കെ, ആ ഒരു ഇഡിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗം, അത് ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ ജോലി വ്യത്യാസമില്ല, എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. ഓക്കെ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സിന്റെ രജിസ്റ്റർ, അതുപോലെ തന്നെ മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സേവനം ചെയ്യാൻ വരുന്ന സ്പെഷ്യലിസ്റ്റുമാരുണ്ട്. ഓക്കെ, ഭയങ്കര ഡിമാൻഡുള്ള ആളുകളൊക്കെ ഇല്ല, ഭയങ്കര ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളില്ലേ, അവരുടെയൊക്കെ രജിസ്റ്റർ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. ഓക്കെ, ദെൻ ഓൾ ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. പിന്നെ എന്തൊക്കെ രേഖകളാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ അവിടെ? അതായത് അഡ്മിഷൻ കാർഡ് സൂക്ഷിച്ചിരിക്കണം രോഗിയുടെ, ദെൻ കേസ് ഷീറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടാകണം, പിന്നെ ഡ്രഗ് ചാർട്ട്. ഡ്രഗ് ചാർട്ട് എന്ന് പറയുന്നത് രോഗി കഴിക്കുന്ന മരുന്നുകൾ, മെഡിസിൻസ് എന്തൊക്കെയാണോ രോഗി കഴിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടുകള്. ദെൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. ഓക്കെ, നമുക്കറിയാം അല്ലെ, അതായത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് ഒരാൾ ഡെത്ത് ആവുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നമുക്കൊരു ഫോം തരും. ആ ഫോം നമ്മൾ ഫിൽ ചെയ്ത് അവിടെ കൊടുക്കും. അത് അവരാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ആ ഫോം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നത്, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഫോം എവിടെ ഉണ്ടാകും, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. Then MLC record with all diagnostic and investigation result and kept under lock and key under CMO casualty. അതുപോലെ തന്നെ MLC റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ അന്വേഷണങ്ങളും അതിന്റെ റിസൾട്ടുകളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഇഡിയിലാണ് സൂക്ഷിക്കുന്നത്. ആരാ സൂക്ഷിക്കുന്നത്? CMO ആണ് സൂക്ഷിക്കുന്നത് കേട്ടോ. കാഷ്വാലിറ്റിയിലെ CMO ആണ് അത് ലോക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്? MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. MLC എന്താണ്? MLC കമന്റ് ചെയ്തേ. മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് അതുപോലെ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ ആരാണ് വെക്കുന്നത്? CMO ആരാ ഇവിടെ? CMO ആരാ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ഇവിടെ CMO ആയിട്ട് വരിക കേട്ടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് CMO ആയി വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? മെഡിക്കോ ലീഗൽ കേസസ് എന്തൊക്കെയാണ്? അത് ആക്സിഡന്റ് ആൻഡ് ട്രോമ, ആക്സിഡന്റ് അതുപോലെ തന്നെ ട്രോമ ഇതെന്തിൽ വരുന്നതാണ്? MLC-യിൽ വരുന്നതാണ്. അതുപോലെ അസാൾട്ട്, ആക്രമണങ്ങൾ എന്തിൽ വരുന്നതാണ്? MLC-യിൽ വരുന്നതാണ്. ദെൻ റേപ്പ്, പീഡനങ്ങള്, അതെന്താണ്? MLC ആണ്. ദെൻ പോയിസണിങ് അല്ലെ, വിഷം കൊടുത്ത് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നത് MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. അതായത് ബോധം കിട്ടിട്ട് ചില ആളുകളെ കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും? ആള് മരിക്കാനിട വരും. അങ്ങനെ ബോധം കിട്ടി അസ്വാഭാവികമായിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഡെത്ത് ഒക്കെ വരുമ്പോൾ അതെന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്? MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 7 ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റലിലെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാം. MLC എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം.
ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. അത് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് വഴി അതായത് നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് MLC സാധാരണ ഹോസ്പിറ്റലുകളിൽ സ്റ്റാമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പറയട്ടെ? ഇൻട്രസ്റ്റ് ഉണ്ടോ കേൾക്കാനായിട്ട്? ഓക്കെ, പറയാം അല്ലെ? ഓക്കെ, ഒരു 2-3 കൊല്ലം മുമ്പായിരുന്നു. അതായത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. കുട്ടിക്ക് ബോധമില്ല. ഓക്കെ, ബോധമില്ലാതെയാണ് വന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു വന്നത്. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മുടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. വന്നു. അപ്പോ ഡോക്ടേഴ്സ് സാധാരണ ഇങ്ങനെ ബോധം കെട്ട് കൊണ്ടുവരുന്ന കേസൊക്കെ കാഷ്വാലിറ്റിയിലാണ് റിസീവ് ചെയ്യാലോ. കൊണ്ടുചെന്നു. പെട്ടെന്ന് കുട്ടിയെ റെസിറ്റേഷൻ ഏരിയയിലേക്ക് മാറ്റി. അതിന് മുമ്പ് ഡോക്ടേഴ്സ് ചോദിക്കുന്നുണ്ട്, അമ്മയോട് ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയാണ് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കുഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കുട്ടിയെ എന്ത് ചെയ്തു? വേഗം റിസിറ്റേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ പറഞ്ഞു റിസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ? ഓക്കെ, കുട്ടി ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോ അവർക്ക് ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഇവാലുവേഷനിൽ മനസ്സിലായി കുട്ടിയുടെ തലയ്ക്ക് കാര്യമായിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ട്. കൂടാതെ കുട്ടിയുടെ ബോഡി ഭാഗങ്ങളിലൊക്കെ, ശരീര ഭാഗങ്ങളിലൊക്കെ മുറിവുകളും ചതവുകളും ധാരാളമായിട്ടുണ്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? ചീഫ് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന ഫിസിഷ്യൻ, എമർജൻസി ഫിസിഷ്യൻ എന്ത് ചെയ്യാണ്? CMO ഇൻഫോം ചെയ്യാണ്. CMO വന്ന് എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും അല്ലെ? കുട്ടി ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യും. ദെൻ ഉടനെ തന്നെ അവര് പോലീസിനെ ഇൻഫോം ചെയ്യാണ്. പോലീസിനെ ഇൻഫോം ചെയ്ത ശേഷം ഈ കുട്ടിയുടെ മെഡിക്കൽ റെക്കോർഡ് MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്ത് അവിടെ ലോക്കറിൽ സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ദെൻ പോലീസ് വന്നു. അമ്മയോട് ചോദിച്ചു എന്താണ് കുട്ടിക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പോലീസിനെ കണ്ടപ്പോ എന്താണ്? സ്വാഭാവികമായിട്ടൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ പറയാണ് ഞാൻ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാണ്. പക്ഷെ ആ ഒരു കൊല്ലാൻ നോക്കി കുട്ടിയുടെ തല അതായത് കട്ടിലില് ഇടിച്ചിട്ടാണ് കുട്ടിക്ക് തലക്ക് ഡാമേജ് ഉണ്ടായത്. കൂടാതെ കുറെ തല്ലുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു സെക്കൻഡില് എന്താണ്? അമ്മയ്ക്ക് തോന്നിയതാണ് കുട്ടിയെ കൊല്ലണം എന്ന്. ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടായിരിക്കാം. അതിന്റെ ഒരു പുറത്ത് ആ ഒരു സെക്കൻഡില് കുട്ടിയെ കൂടി ചെയ്തു. പെട്ടെന്ന് തന്നെ ഇവർക്ക് തോന്നാണ് കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. അങ്ങനെ കൊണ്ടുവന്നാണ്. പക്ഷെ എന്താ പറയാ, കുട്ടി അമ്മ ആദ്യം പറഞ്ഞു ബോധം കെട്ട് വീഴുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇരിക്കുന്നത് ആരും പൊട്ടന്മാരല്ല അല്ലെ? സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ, അതിപ്പോ ഇങ്ങനെയുള്ള കേസുകൾ കുട്ടി എന്താ ബോധം കെട്ടിട്ടാണ് വന്നത് അല്ലെ? അൺകോൺഷ്യസ് അങ്ങനെ വരുന്നുണ്ടല്ലോ ബോധം കെട്ടി വരുന്ന കേസുകള്. ചിലപ്പോ കുട്ടിക്ക് ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കുട്ടിയെ രക്ഷിച്ചു. അതുപോലെ തന്നെ ഈ റേപ്പ് കേസുകള്, അതുപോലെ അസാൾട്ട് കേസുകള്, പോയ്സണിങ്, വിഷം കൊടുത്തു കൊല്ലം, അതൊക്കെ ഇതിൽ വരുന്നത്, ആക്സിഡന്റുകള് ഒക്കെ വരുന്നത് എന്തിലാണ്? MLC ആയിട്ടാണ് അവര് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, പിന്നീടാണ് പോലീസ് അന്വേഷണവും അതുപോലെ തന്നെ ഡെത്ത് കേസുകളാണെങ്കിൽ FIR ഇടുകയും പിന്നീട് അത് കേസ് ആവുകയും ഒക്കെ ചെയ്യുന്നത് ഇതിലാണ്? ഈ ഒരു MLC കേസുകളിലാണ് സാധാരണ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പോലീസ് ഇന്റിമേഷൻ ബുക്ക്. അതായത് ഈ MLC കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ആരുടെ സഹായം വേണ്ടിവരും? പോലീസുകാരുടെ സഹായം ഹോസ്പിറ്റലിന് വേണ്ടി വരുമല്ലോ. അപ്പോ അവരുമായി ബന്ധപ്പെട്ടിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനും അവരുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണത് പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. തൊട്ടടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഇത് ഇൻഫോം ചെയ്യുക. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്യും, ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും. അതുകൂടാതെ ഈ കേസ് നടന്നിട്ടുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പോ റേപ്പ് ആയാലും അസാൾട്ട് ആയാലും ആക്സിഡന്റ് ആയാലും പോയിസണിങ് ആയാലും ഒക്കെ എന്താണ്, ആ ഒരു സംഭവം നടന്ന ഒരു സ്റ്റേഷൻ പരിധിയുണ്ട്. അവിടെ നിന്നാണ് ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതെന്ത് തന്നെ ആയാലും. ഓക്കെ, അപ്പോ പോലീസ് ഇന്റിമേഷൻ ബുക്ക് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, റെക്കോർഡ്സിൽ വരുന്നത് കേട്ടോ. പേഷ്യന്റ് റെക്കോർഡ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു പേഷ്യന്റ് ബേസിക് ഡീറ്റെയിൽസ്. ദെൻ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, എത്ര പേര് കാഷ്വാലിറ്റിയിൽ മരണപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, ദെൻ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, രോഗിയുടെ ഒബ്സർവേഷനും മറ്റും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെഫറൽ റെക്കോർഡ്, രോഗിയെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ദെൻ മൈനർ OT റെക്കോർഡ്സ്, മൈനർ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കാഷ്വാലിറ്റിയിലെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ എല്ലാ ജീവനക്കാരുടെയും വിവരങ്ങള്. ഓക്കെ, ദെൻ അവരുടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ രജിസ്റ്റർ, സ്പെഷ്യലിസ്റ്റിന്റെ രജിസ്റ്റർ, അതുപോലെ തന്നെ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. ഓക്കെ, പിന്നെ MLC റെക്കോർഡുകൾ, MLCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണെങ്കിൽ MLCയുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളും മറ്റും ഈ ഒരു കാഷ്വാലിറ്റിയിൽ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ ആയണോ? മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തെന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. ഓക്കെ, അതായത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ വരുന്ന രോഗികൾക്കായാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതിന് നല്ല രീതിയിലുള്ള സേവനങ്ങൾ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു 5 പോയിന്റ് ഉണ്ട് കേട്ടോ അത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ, അതായത് അടിയന്തരമായി രോഗിയുടെ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടിയന്തരമായിട്ട്, അതായത് എമർജൻസി ആയിട്ട് എന്ത് ചെയ്യണം, ഒരു രോഗിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ജീവൻ രക്ഷിക്കാൻ എത്രത്തോളം മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, to liaise with the courts and police in medico-legal cases whenever required. അതുപോലെ തന്നെ മെഡിക്കോ ലീഗോ കേസുകളിൽ കോടതി, പോലീസ് എന്നിവയുമായി ബന്ധം സ്ഥാപിക്കുക. ഓക്കെ, MLC കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും, കോടതിയുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഇന്ററാക്ഷൻസ് അവിടെ വരും. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു റിലേഷൻ സ്ഥാപിച്ചു വെക്കണം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേത്, to provide ambulance services for pre-hospital care and transportation of patients to and from the hospital. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന് ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ, വീട്ടിൽ നിന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുവാണെങ്കിൽ ആ വീട്ടിലേക്ക് എന്ത് ചെയ്യണം, ഒരു ആംബുലൻസ് അയക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് പേഷ്യന്റിന് അവിടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കലാണ്, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, to fulfill the role of information and a communication center especially during disasters. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താ പറയാ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഗസ് ചെയ്യാമോ നിങ്ങൾക്ക്? To fulfill the role of information and a communication center especially during disasters. മനസ്സിലായോ? എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയോ? എന്താ ഇവിടെ പറയുന്നേ? ഫ്ലഡ് പോലുള്ള ഡിസാസ്റ്റർ. യെസ്, ഓക്കെ, നമുക്കറിയാലേ വയനാട് ദുരന്തം അല്ലെ, അത് 2 ദിവസം മുമ്പായിരുന്നു നടന്നത്. ഇപ്പോഴും അതിന്റെ ആ ഒരു എന്താ പറയാ ദുരന്തത്തിന്റെ ഭീകരത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അല്ലെ. അതായത് ഡിസാസ്റ്റർ സമയത്ത്, ദുരന്ത സമയത്ത് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ടിവിയിലൊക്കെ കാണുന്നില്ലേ, വയനാട്ടിലെ ദുരന്തം നടന്നതിന് ശേഷം ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഇപ്പൊ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, അതായത് ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. കുറെ പേരെ കാണുവാനില്ല, കുറെ പേര് മരിച്ചുപോയി. ഇപ്പൊ കാണാത്ത ആളുകളൊക്കെ എന്താണ് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട് പബ്ലിക്കിലേക്ക്. ഇന്ന ആളെ കാണുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഡിസാസ്റ്റർ സമയത്ത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അതുപോലെ തന്നെ അവിടെ ജോലിക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസിൽ അവരെ പങ്കെടുപ്പിക്കുക. അങ്ങനെയുള്ള ഫങ്ഷൻസും കൂടി ആര് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരും. ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ, അതായത് അടിയന്തരമായിട്ട് പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് മെഡിക്കോ ലീഗൽ കേസുകളിൽ കോടതിയും പോലീസുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധം സ്ഥാപിക്കുക. മൂന്നാമത്തേത് രോഗി ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പും ദെൻ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷവും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ നാലാമത്തേത് ഡിസാസ്റ്റർ സമയത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡർ ആയിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ദെൻ ലാസ്റ്റ് വൺ, അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകള്, ട്രെയിനിങ് പ്രോഗ്രാമുകള്, റിസർച്ച് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ പങ്കെടുപ്പിച്ച് അവരുടെ സ്കില്ലുകൾ വളർത്തുക. ഓക്കെ, ക്ലിയർ ആണോ ഫങ്ഷൻസ്? ക്ലിയർ? Then നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അവിടെ. അതെന്താണെന്ന് നോക്കാം. അതായത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആരാണ്? ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ കാര്യങ്ങള് മാനേജ് ചെയ്യുന്ന ആളുകളാണ് ആര്? ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവര് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്, അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവർ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് the ED must be organized and administered to meet the health care needs of its population. ആളുകളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് ED ഓർഗനൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. അവിടെ വരുന്ന ആളുകളുടെ ആവശ്യങ്ങള് നിറവേറ്റാൻ പാകത്തിന് ED അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ, അവിടുത്തെ എന്താ പറയാ, ഓരോ നടപടിക്രമങ്ങള് നടത്തേണ്ടത് എഴുതപ്പെട്ട പോളിസീസിന്റെയും പ്രൊസീജിയേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ്. അതായത് അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എവിടെ? ഈ ഒരു EDയില്. ഓക്കെ, അതനുസരിച്ചിട്ട് വേണം. അത് വെറുതെ നമ്മൾ പറയുന്നത് മാത്രമല്ല, എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ആ എഴുതപ്പെട്ട റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. അത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ along with the appropriate integration of ancillary services must ensure quality and safety in ED. അതുപോലെ തന്നെ മെഡിക്കൽ നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെ ഇടപെടൽ EDയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. സ്കിൽഡ് ആയിട്ടുള്ള ധാരാളം ആളുകൾ എവിടെയുണ്ട്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ അവര് വന്ന് ഇടയ്ക്കിടക്ക് നോക്കുന്നതും അവരുടെ സൂപ്പർവിഷണൽ കാര്യങ്ങൾ നടത്തുന്നതിലൂടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ
appropriateness of emergency care continually monitored and evaluated. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചുമതലയാണെന്ത്, ഇഡിയിലെ കാര്യങ്ങൾ നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രതിനിധി വന്ന് എന്ത് ചെയ്യണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ അത് എപ്പോഴും എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, then the medical director should oversee all aspects of the practice of emergency medicine in ED. അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ ഇഡിയിലെ എമർജൻസി മെഡിസിൻസ് അവിടെ കൊടുക്കുന്ന പരിശീലനങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അദ്ദേഹം അത് എന്ത് ചെയ്യണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന മരുന്നുകൾ അതൊക്കെ പ്രോപ്പർ ആണോ, അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന പരിശീലനങ്ങൾ, സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്ന പരിശീലനങ്ങൾ പ്രോപ്പർ ആയിട്ട് നടത്തുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, then all new staff members should get a formal orientation program that addresses. അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഓക്കെ, ഒരു പുതിയ എംപ്ലോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം, പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ നൽകണം. എവിടെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അത് കൊടുക്കേണ്ടത് ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ദൗത്യം എന്താണെന്ന് ഓരോ സ്റ്റാഫുകൾക്കും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്ത രീതിയിലുള്ള മിഷൻസ് ആണ് ഉണ്ടാവുക. ഒരു ഹോസ്പിറ്റലിന്റെ പോലെ ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. പലർക്കും പല ഉദ്ദേശങ്ങളായിരിക്കും, പല മിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണോ അതിന്റെ മിഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കി നമുക്ക് തരേണ്ടത് ആരാണ്, അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, then standard operating procedures of the ED. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, ഒരു സെറ്റ് ഓഫ് എന്താ പറയാ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു കൂട്ടം നടപടിക്രമങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്താ പറയാ ഒരു ബോധവൽക്കരണം കൊടുത്തിരിക്കണം. ഓക്കെ, then responsibility of each member of the ED staff. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then staff must improve their professional knowledge and skill. അതുപോലെ തന്നെ അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ നോളജിനും അല്ലെങ്കിൽ അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. Then triage and screening of each patient must be performed by a physician or trained RN with EMT. അവിടെ RN എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ N അവിടെ മിസ്സിംഗ് ആണ് കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി നിങ്ങള്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, ഓരോ പേഷ്യന്റിന്റെയും ട്രയാജും സ്ക്രീനിങ്ങും നടത്തേണ്ടത് ഫിസിഷ്യൻ ഓർ ട്രെയിൻഡ് RN EMT ആണ്. ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ട്രയേജ് എന്ന് പറയുന്ന സെക്ഷൻ, മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടി പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെ സോർട്ട് ചെയ്യാനും അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, ആര് പരിശീലനം സിദ്ധിച്ചിരിക്കണം, പരിശീലനം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് നഴ്സ്, അതുപോലെ തന്നെ EMTയും ഉണ്ടായിരിക്കണം. അവരാണ് പേഷ്യന്റിന്റെ ട്രയേജും സ്ക്രീനിങ്ങും നടത്തേണ്ടത്. ഓക്കെ, then eligible and appropriate medical record must be established for each individual. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് പേഷ്യന്റിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പേഷ്യന്റിനെ മാറിപ്പോവാതൊക്കെ ചില സമയത്ത് പേഷ്യൻസിന് നമ്മള് കൂടുതലായിട്ട് എന്താണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ടുവന്നാല്, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നാല് അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻ ചിലപ്പോൾ മാറിപ്പോകും, അല്ലെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ പേഷ്യന്റ് പരസ്പരം മാറിപ്പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടി, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ്
പേഷ്യന്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ. Then the minimum standard of procedure should be available for. Okay. അതായത് SOP എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്, നടപടിക്രമം. അങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്നാൽ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുക. പേഷ്യന്റ് വരുന്നത് തുടങ്ങി എന്താ പറയുക, അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. മനസ്സിലായോ നിങ്ങൾക്ക്? പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കണക്ഷനും കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നോക്കാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കേട്ടോ, SOPs. ആദ്യം നോക്കിയേ, നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. ആദ്യം റിസീവ് ചെയ്യുന്നു, പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. ദെൻ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് എന്താ ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നു. ദെൻ ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റ് ട്രയാജ് നടത്തുന്നു. ദെൻ ഷിഫ്റ്റിംഗ്, ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഇനി പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു, മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ റെഫറൽ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നു. അതായത് പേഷ്യന്റ് കണ്ടീഷൻ കുറച്ച് മോശമാണ്, നിലവിലെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? റെഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. ഇനി ചില ഇതാണെങ്കിൽ ചില പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒക്കെ പേഷ്യന്റ് ആ ഒരു കണ്ടീഷൻ ബെറ്റർ ആകും. ദെൻ പേഷ്യന്റ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആണ് ചെയ്യുന്നത്. ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. ഇനി മരിച്ചിട്ട് കൊണ്ടുവരുന്ന കേസുകളാണെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ED നടപ്പിലാക്കാറുണ്ട്. പെട്ടെന്ന് മരണപ്പെട്ട ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് എന്താണ് മരണ കാരണം എന്ന് അറിയാനായിട്ട് പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാറുണ്ട്, പോലീസിന് ഇൻഫോം ചെയ്യാറുണ്ട്. മരണകാരണം കണ്ടെത്തിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയേഴ്സ് കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമൽ ആയിട്ടുള്ള ഒരു ഡെത്ത് ആണെങ്കിൽ എന്തെങ്കിലും അസുഖം അറ്റാക്ക് വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്താ പറയാ സെറിബ്രൽ ഹെമറേജോ സെറിബ്രൽ ത്രോംബോസിസോ ഒക്കെ വന്നിട്ട് മരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലൊന്നും എന്തുണ്ടാവില്ല, സാധാരണ ഫർദർ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി സ്വാഭാവികമായിട്ട് മരിക്കുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് മറ്റും പോകും. അതിനുശേഷം മാത്രമാണ് ബന്ധുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, ബോഡി വിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ED നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ കോഡ് ബ്ലൂ. ഓക്കെ, കോഡ് ബ്ലൂ അറിയാമോ നിങ്ങൾക്ക്? കോഡ് ബ്ലൂ എന്താണ്? കോഡ് ബ്ലൂ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? കോഡ് ബ്ലൂ എന്താ? എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. അറിയില്ല? ഓക്കെ, ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ. അതായത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആൾക്ക് എന്ത് കൊടുക്കണം? നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുത്താൽ മാത്രമേ ആളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യും അല്ലെ? എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് ഈ ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആണ്. അപ്പൊ കാർഡിയാക് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ്, നഴ്സിംഗ് ടീം ഒക്കെ ഇവിടെ വരും. ഈ ഒരു കാഷ്വാലിറ്റി വരും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സജ്ജരാകും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ്
കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയാണ് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു അനൗൺസ്മെന്റ് വരും. കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് 3 പ്രാവശ്യം അനൗൺസ്മെന്റ് വരും. ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ഇതിനു വേണ്ടി, അതായത് കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗം സ്റ്റാഫുകളും ആ ഒരു ഏരിയയില് സജ്ജരാകും. എന്തിനു വേണ്ടിയിട്ടാണ് സജ്ജരാകുന്നത്? ആളുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എക്യുപ്മെന്റും കാരണങ്ങളൊക്കെ, അതായത് സ്റ്റാഫുകളെയും ഒക്കെ അവിടെ സജ്ജീകരിക്കുന്നത്. സജ്ജീകരണത്തിന് സഹായിക്കുന്നത് ആരാണ്? കോഡ് ബ്ലൂ. കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കോഡ് ബ്ലൂ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോഡ് റെഡ് ഉണ്ട് കേട്ടോ. കോഡ് റെഡ് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേ. കോഡ് റെഡ് അല്ല, ആക്സിഡന്റ് അല്ല കേട്ടോ. കോഡ് റെഡ് ആക്സിഡന്റ് അല്ല. കോഡ് റെഡ് ഫയർ ആണ്. തീപിടുത്തത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ തീപിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ കോഡ് റെഡ് ആണ് ആക്ടിവേറ്റ് ചെയ്യുക. ഫയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, തീപിടുത്തം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് ഇപ്പൊ ഈ അടുത്തുള്ള ദിവസങ്ങളിൽ കോഡ് ഓറഞ്ച് ചില ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോഡ് ഓറഞ്ച് ഇതുമായി ഞാൻ ഈ അടുത്തത് പ്രത്യേകം എടുത്ത് പറഞ്ഞപ്പോ എന്തായിട്ടായിരിക്കും കോഡ് ഓറഞ്ച്? ഒന്ന് തിങ്ക് ചെയ്ത്, നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് ഒന്ന് തിങ്ക് ചെയ്യാമല്ലോ. എന്തായിരിക്കും? ഈ 2 ദിവസങ്ങളിലായിട്ട് കോഡ് ഓറഞ്ച് ഹോസ്പിറ്റലുകളില് എന്ത് ചെയ്തിട്ടുണ്ട്? അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിസാസ്റ്റർ ആണ് കേട്ടോ, ദുരന്തം. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ കോഡ് ഓറഞ്ച് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിസാസ്റ്റർ കേട്ടോ. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ ആണ്. ദെൻ കോഡ് യെല്ലോ. കോഡ് യെല്ലോ എന്തായിരിക്കും? അപ്പൊ കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ് കേട്ടോ. മിസ്സിംഗ് പേഷ്യന്റ്, ഒരു പേഷ്യന്റിനെ മിസ് ചെയ്യുകയാണെങ്കിൽ, അവിടെ നിന്ന് കാണാതാവുകയാണെങ്കിൽ കൊടുക്കുന്നതാണ് എന്ത്? കോഡ് യെല്ലോ. അതാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, ദെൻ കോഡ് ബ്ലാക്ക്. കോഡ് ബ്ലാക്ക് കേട്ടോ. കോഡ് ബ്ലാക്ക് എന്തായിരിക്കും? ബോംബ് ത്രെട്ട് അല്ല, ഡെത്ത് അല്ല, ബോംബ് ത്രെട്ട് ആണ് കേട്ടോ കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെട്ട്. ദെൻ കോഡ് പിങ്ക്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ് ആണ്. പീഡിയാട്രിക്സ് ആണ് കോഡ് പിങ്ക്. ദെൻ കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ ആണ്. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ ആണ് കേട്ടോ. ഒഴിപ്പിക്കൽ. ഓക്കെ, ഒഴിപ്പിക്കൽ, ഇവാക്യുവേഷൻ. ഓക്കെ, എഴുതിയെടുക്ക. അപ്പൊ ഒന്നുകൂടി പറയാം. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകൂടി പറയാം കേട്ടോ. മിസ്സായിട്ടുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്. കോഡ് റെഡ് ഫയർ ആണ്. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ ആണ്. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെട്ട് ആണ്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ് ആണ്. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. ഓക്കെ, എഴുതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമുക്കിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത് കോഡ് ബ്ലൂ ആണ്. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായി ബന്ധമുള്ളതാണ്. ഓക്കെ, പിങ്ക് പീഡിയാട്രിക്സ്. പിങ്ക് പീഡിയാട്രിക്സ്. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ആണ് കേട്ടോ. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ. അടുത്തത് മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസുകളിൽ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്? പോലീസിനെ വിവരം അറിയിക്കുക, കോടതിയിൽ കേസ് മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മെഡിക്കോ ലീഗൽ കേസിലാണ് കേട്ടോ. ദെൻ
ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ എന്ന് പറഞ്ഞാല് രോഗിയുടെ എല്ലാവിധ എന്താ പറയാ രോഗിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങള്, അതുപോലെ തന്നെ ഡെത്ത് ആവുകയാണെങ്കിൽ എന്താ പറയാ ഫർദർ പ്രൊസീജിയേഴ്സ്, അതൊക്കെ വരുന്നത് ക്ലിനിക്കൽ പ്രോട്ടോകോൾസിനാണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ നമുക്ക് നോക്കാം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം? ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ അളക്കാം? എന്തൊക്കെ മെഷർമെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു എന്താ പറയാ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്? അതിനെങ്ങനെ നമുക്ക് മാർക്ക് കൊടുക്കാനായിട്ട് പറ്റും? അവര് നല്ല രീതിയിൽ ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ഡ്യൂട്ടീസ് അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ചില ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാല് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് എന്ത് പറയുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേരെ അല്ലെങ്കിൽ എത്ര പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ റിസീവ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ദുരന്തം നടന്നപ്പോ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടല്ല അല്ലെ അല്ലെ ആ ഒരു കാഷ്വാലിറ്റിയിൽ പ്രവേശിക്കുന്നത്. കാരണം എന്താ, പെട്ടെന്നുണ്ടായ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ആളുകളെ, അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിളിനെയാണ് എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനകത്ത് അതായത് ഇത്ര സമയം കൊണ്ട് അവർക്ക് ആ ഹോസ്പിറ്റലിലെ ആ ഒരു ഇടിക്ക് എത്ര സമയം കൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എത്ര പേരെ എന്ത് ചെയ്യുന്നുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ അവിടെ വന്നിട്ട് ജീവൻ അവരുടെ രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആ കാര്യം അവര് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ദെൻ ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതായത് എത്ര സമയം എമർജൻസി ഡിപ്പാർട്ട്മെന്റില് രോഗികൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അതായത് ചില പേഷ്യൻസ് വന്നിട്ട് ചിലപ്പോൾ ഡെത്ത് ആവും, ചില പേഷ്യൻസ് വരുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് വാർഡിലേക്ക് ഷിഫ്റ്റ് ആവും, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകും. ചില പേഷ്യൻസ് ആണെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കിടക്കേണ്ടി വരും. അപ്പൊ എത്ര സമയം, അതായത് എത്ര പേരെ ഭേദമാക്കുന്നുണ്ട് അവര് കുറച്ച് സമയം കൊണ്ട്, അതിന്റെ ഒരു പെർസെന്റേജ് നോക്കാറുണ്ട്. ഓക്കെ, ദെൻ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ഓക്കെ, അതായത് ഡോക്ടറെ കാണാതെ എത്ര പേര് തിരിച്ചു പോകുന്നു. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് എത്ര പേര് ഡോക്ടറെ കാണാതെ തിരിച്ചു പോകുന്നുണ്ട്, പെർസെന്റേജ് നോക്കുന്നുണ്ട്. ദെൻ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് ഈ ഒരു വിഭാഗം എത്ര ടൈമാണ് എടുക്കുന്നത്? ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ BP നോക്കുക, അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൾസ് റേറ്റ് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇനീഷ്യൽ അസസ്മെന്റിൽ വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്. ഓക്കെ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന രോഗികൾക്ക് എത്ര സമയം കൊണ്ട് അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേരുടെ ജീവൻ നിലനിർത്താനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്, അതിന്റെ ഒരു പെർസെന്റേജ്. ഓക്കെ, ദെൻ സർവീസ് എക്സ്പീരിയൻസ്. ഓക്കെ, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് എത്തരത്തിലുള്ള ആളുകളാണ്? സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇപ്പൊ പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ജോലി, അതായത് ഈ ഒരു മേഖലയില് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ സർവീസ് എക്സ്പീരിയൻസ് എത്രയാണെന്ന് നോക്കാറുണ്ട്. നല്ല രീതിയിൽ സർവീസ് ഉള്ളവരാണെങ്കിൽ നല്ലൊരു സേവനമായിരിക്കും, പേഷ്യന്റെ ജീവൻ പെട്ടെന്ന് തന്നെ രക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കും. അപ്പൊ ഒരു സർവീസ് എക്സ്പീരിയൻസ് ഇവിടെ പ്രധാനമായും നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നത്?
ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ആദ്യത്തേത് അൺപ്ലാൻഡ് റെഗി അറ്റൻഡൻസ് റേറ്റ്, രണ്ടാമത്തേത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ ആൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, ടൈം ടു ട്രീറ്റ്മെന്റ് ആൻഡ് സർവീസ് എക്സ്പീരിയൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്ന് ഇത്രയും പേര് എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഇത്രയും എടുത്തതിൽ നിന്നും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. അതിന്റെ ബാക്കി ബാലൻസ് ആയിട്ട് 3, 4, 5 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുക. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് എത്ര സമയം വേണ്ടി വരുന്നുണ്ട് പേഷ്യന്റിനെ ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കാനായിട്ട്? ഇപ്പൊ രോഗിയെ കൊണ്ടുവരികയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെ, അവരുടെ പൾസ് റേറ്റ് ഒന്ന് നോക്കണം, ടെമ്പറേച്ചർ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്ര ടൈം വരുന്നുണ്ട് അതാണ് പറയുന്നത് കേട്ടോ. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. ഓക്കെ മിസ്സേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അൺപ്ലാൻഡ് ആയിട്ട് പേഷ്യൻസ് വരുവാണെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി, ഒത്തിരി പേഷ്യൻസ് വരുവാണെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും? അൺപ്ലാൻഡ് ആയിട്ട് വരികയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെ അവിടുത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, വയനാട് ലാൻഡ് സ്ലൈഡ് പോലുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ പെട്ടെന്നാണ് പേഷ്യൻസിനെ അവിടുത്തെ ആദ്യത്തെ ദിവസം 2 or 3 ദിവസങ്ങളല്ല പറയുന്നത് കേട്ടോ. അതറിയാം, കാരണം മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് ആദ്യത്തെ ദിവസത്തെക്കാളും 2-3 ദിവസങ്ങൾക്ക്. ആദ്യത്തെ ആ ഒരു ദിവസം പ്ലാൻഡ് അല്ല, കാരണം പെട്ടെന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായത്, പെട്ടെന്നാണ് ആളുകൾ വരുന്നത്. ഇപ്പൊ പ്ലാൻ ചെയ്യാതെയാണ് എന്ത് വരുന്നത്, ആളുകൾ അവിടെ വരുന്നതും അവർക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യാതെ വരുമ്പോൾ കൂടുതൽ ആളുകളെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫാബുലസ് ആയിട്ടുള്ള കൂടുതലായിരിക്കും. കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അതെ. ഓക്കെ. ചോദിക്കാട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഡ് ബ്ലൂ ഒക്കെ മനസ്സിലായല്ലോ. കോഡ് യെല്ലോ എന്ന് പറയും. എന്താ കോഡ് യെല്ലോ? കോഡ് യെല്ലോ എന്തായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നത്? മിസ്സിംഗ് പേഷ്യന്റ് അല്ലേ? മിസ്സിംഗ് പേഷ്യന്റ് ആണ്. ഒരു പേഷ്യന്റിനെ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മിസ് ആവുകയാണെങ്കിൽ കോഡ് യെല്ലോ ആണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ ഈ കോഡ് ബ്ലൂ ഒക്കെ? ഇവിടെ അനൗൺസ്മെന്റ് പോലെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കോഡ് ബ്ലൂ ആണെങ്കിൽ കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്നതും 3 times പറയും അവിടെ. ആ ഒരു സമയം കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എവിടെ വരും? ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സജ്ജരാകും. ഫയറുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഫയറിന്റെ ഒരു തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിനെ അടക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ ആ ഒരു പേഷ്യൻസിനെ മാറ്റാനുള്ള ക്രമങ്ങൾ, അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവാക്യുവേഷൻ. ഇപ്പൊ പെട്ടെന്ന് ഒരു എന്താ പറയാ ഭൂകമ്പം ഉണ്ടാവുന്ന ഒരു മുന്നറിയിപ്പ് കിട്ടിയിരിക്കുകയായിരിക്കാം ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ ഉടനെ തന്നെ ഈ ഒരു കോഡ് ഗ്രീൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പേഷ്യൻസിനെ ഒഴിപ്പിക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങും. ഓക്കെ, എത്രയും പെട്ടെന്ന് ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ, ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഒഴിപ്പിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനുള്ള സജ്ജീകരണങ്ങള് ഒരാള് പറയാതെ തന്നെ ഈ ഒരു കോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കോഡാണ് ആക്ടിവേറ്റ് ചെയ്തതെന്ന് മനസ്സിലാവുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ?
നമുക്കിപ്പോ ഒരാളോട് ഹോസ്പിറ്റലിൽ ഇപ്പൊ പറയാണ്, ഇപ്പൊ കോഡ് എന്താ പറയാ ബ്ലൂ ആക്കി കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരാളോട് പറഞ്ഞു മറ്റൊരാളുടെ ചെവിയിലെത്തി, അങ്ങനെ ഒരാളോട് പറഞ്ഞു വേറൊരാളുടെ ചെവിയിലെത്തി, എത്ര നേരം പിടിക്കും അതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേൾക്കാം, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കോഡ് ബ്ലൂ അല്ലെങ്കിൽ കോഡ് ഓറഞ്ച് അല്ലെങ്കിൽ കോഡ് റെഡ് ആണെന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങള് സ്റ്റാഫുകൾക്ക് മനസ്സിലാവും. ക്ലിയർ? ഓക്കെ. ഓക്കെ. Then ഇനി ഡൗട്ട് ഒന്നും ഇല്ല ആർക്കും? ടീച്ചറെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയും. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഡെത്ത് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഫർദർ പ്രൊസീജിയേഴ്സ്, ബോഡി വിട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരുന്നത് കേട്ടോ. The mission of ഇൻസ്റ്റിറ്റ്യൂഷൻ, institution. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ വരുന്ന ആ ഇഡിയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണത് ഹോസ്പിറ്റലിന്റെ ദൗത്യം, അവരുടെ ലക്ഷ്യം എന്താണെന്ന് ആളുകളെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ധരിപ്പിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, പല ഹോസ്പിറ്റലുകൾക്കും പലതരത്തിലുള്ള മിഷനാണ് ഉണ്ടാവുക, പലതരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുക. എന്താണ് നമ്മുടെ ലക്ഷ്യം? ചില ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റ് എന്താ പറയാ കെയർ ആയിരിക്കും, പേഷ്യന്റ് കെയർ ആയിരിക്കും, രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണമായിരിക്കും അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ചില ഹോസ്പിറ്റലാണെങ്കിൽ കസ്റ്റമർ സർവീസ് ആയിരിക്കും, അതായത് അവിടെ വരുന്ന പേഷ്യന്റിനോട് ബിഹേവ് ചെയ്യുന്ന അത് ഒരു ലക്ഷ്യമായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇനി വേറെ ചില ഹോസ്പിറ്റലുകളാണെങ്കിൽ ബിസിനസ് പർപ്പസ് ആയിരിക്കുള്ളൂ, അവർക്ക് ക്യാഷ് മാത്രമായിരിക്കും ലക്ഷ്യം. അപ്പൊ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ ആ ഒരു അവരുടെ ദൗത്യം എന്താണ് എന്ന് എന്ത് ചെയ്യാം, അവിടെയുള്ള സ്റ്റാഫുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതാണ് പറയുന്നത് കേട്ടോ. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളും ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഹോസ്പിറ്റലിൽ രോഗിക്ക് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ഒരു ചികിത്സ, അതായിരിക്കണം അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആളുകളുടെ ജീവൻ രക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നായാലും എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും പേഷ്യന്റ് ജീവൻ രക്ഷിക്കുക, അതിനാണ് പ്രാഥമിക മുൻഗണന നൽകുന്നത്. അപ്പൊ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു കടമ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം, അവർക്ക് ഏൽപ്പിക്കണം. അതാണ് പറയുന്നത്. EMT എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെയാണ് EMT എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ബാലൻസ് കുറച്ചും കൂടി ഉണ്ട്, അതിനുശേഷം കുറച്ച് ചോദ്യം വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? നന്നായിട്ട് വായിക്കാം കേട്ടോ. ഇന്ന് എടുത്തത് വരെ നന്നായിട്ട് വായിച്ചു നോക്കാം. കോഡുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോഡുകൾ സാധാരണ എക്സാമിനൊക്കെ വരാറുള്ളതാണ്. കോഡ് ബ്ലൂ പറഞ്ഞു കഴിയുമ്പോ എന്താണ് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കോഡുകൾ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നത് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെ. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ അതിനകത്ത്. ഇല്ല, ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഓക്കെ, താങ്ക് യു.